അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നതിനോടൊപ്പം ബാബയോട് ഇന്ന് പറഞ്ഞു, ബാബ ഇന്ന് വിശേഷിച്ച് മാതാക്കളുടെ സമൂഹം വന്നിരിക്കുകയാണ്. വിശേഷിച്ച് മാതാക്കൾ ബാബയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു സെക്കൻഡ് ബാബ എൻ്റെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു. പിന്നെ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഈ മാതാക്കളുടെ വിശേഷതകളും ബാബ നോക്കുകയാണ്. കാണുകയും കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ട് ബാബ ഒരു ദൃശ്യം എമർജ് ചെയ്തു. ആ ദൃശ്യം ഇതായിരുന്നു. വളരെ സുന്ദരമായിരുന്നു. ബാബ കാണിച്ചു തന്ന ആ ദൃശ്യം ഇതായിരുന്നു. ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടം നിർമ്മിക്കപ്പെടുമ്പോൾ ഓരോ സ്ഥലത്തും ഇഷ്ടികകൾ വയ്ക്കുന്നു. എത്രത്തോളം ഉയരങ്ങളിലേക്ക് പോകുന്നുവോ അത്രയും കൂടുതൽ സാധനങ്ങൾ ചേർക്കപ്പെടുന്നു. എന്നാൽ ഇഷ്ടികയുടെ സഹായത്തോടെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വിസ്താരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വലുതായിക്കൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇതേ പ്രകാരത്തിൽ ഈ ശിവശക്തികളായ മാതാക്കൾ ആരാണോ ബാബയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്, അവരുടെ വിശേഷ ഉദ്ദേശം ഇതായിരിക്കണം. ബാബ പറഞ്ഞു, എല്ലാവർക്കും ലക്ഷ്യവുമുണ്ട്. എന്നാൽ ബാബ പറഞ്ഞു, വിശേഷിച്ച് ഉദ്ദേശവും ഉണ്ടായിരിക്കണം. ഏതുപോലെ ഓരോരോ ഇഷ്ടികയിലൂടെ വീട് നിർമ്മിക്കപ്പെടുന്നുവോ അപ്പോൾ കേവലം ശക്തികളുടെ കാര്യം ഇതാണ്. ഓരോരോ ആത്മാവിനും ബാബയുടെ സന്ദേശം നൽകി ഓരോ വീടിനെയും എന്താക്കി മാറ്റണം? ബാബ പറഞ്ഞു, അവരുടേത് പവിത്ര ജീവിതം ആക്കണം. ബാബ പറഞ്ഞു, ഈ കരാറും ബാബ വിശേഷിച്ച് ശക്തികൾക്ക് നൽകി. കാരണം ബാബ പറഞ്ഞു, ഗുപ്ത രീതിയിൽ ഏതൊരു പുരുഷാർത്ഥവും ഏതെല്ലാം സേവനങ്ങളും മാതാക്കൾ ചെയ്യുന്നുവോ സഹോദരന്മാർക്ക് അത്രയും ചെയ്യുവാൻ കഴിയുകയില്ല. ബാബ പറഞ്ഞു, ഇത്രയും മാതാക്കൾക്ക് വിശേഷിച്ച് തങ്ങളുടെ സ്ത്രീത്വത്തിൻ്റെ ലഹരിയുണ്ട്. അതേ പ്രകാരത്തിൽ എപ്പോഴാണോ ബാബയുടേതായത് അപ്പോൾ ഓരോ മാതാക്കൾക്കും വിശേഷിച്ച് ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോകണം. ഞാൻ ശിവന്റെ ശക്തിയാണ്. എപ്പോഴാണോ ശിവന്റെ ശക്തിയായി മനസ്സിലാക്കുന്നത് അപ്പോൾ ശിവ് ബാബയിൽ നിന്നും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കേവർക്കും ആ ശക്തി ലഭിച്ചുകൊണ്ടേയിരിക്കും. ബാബ വളരെ സ്നേഹത്തോടെ ഓരോ മാതാക്കളെയും നോക്കുകയായിരുന്നു, തൃപ്തമാക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ഇത്രയും വലിയൊരു കൂട്ടം അഥവാ സാകാരത്തിൽ യഥാർത്ഥത്തിൽ ഓരോരോ വീടിനെയും സ്വർഗമാക്കി മാറ്റിയാൽ, ബാബ പറഞ്ഞു, വളരെ വേഗം തന്നെ തൻ്റെ വീടായ സത്യുഗമാകുന്ന പുതിയ ലോകം വരും. ആ കാര്യം വളരെ വേഗം സമ്പന്നമാകും, പൂർത്തിയാകും. കാരണം സ്ഥൂല രീതിയിലും മാതാക്കൾ വീടിനെ ഓരോ പ്രകാരത്തിലും അലങ്കരിക്കുന്നു, വൃത്തിയാക്കുന്നു, പരിപാലിക്കുന്നു, സർവ്വതും ചെയ്യുന്നു. ബാബ പറഞ്ഞു, ബാബയുടേതായതിനു ശേഷവും ഓരോ മാതാവും തൻ്റെ ജീവിതത്തിൽ ഈ ഒരു ലക്ഷ്യം വയ്ക്കണം. എനിക്ക് ഓരോ ആത്മാവിനെയും ഓരോ വീടിനെയും സ്വർഗമാക്കി മാറ്റണം. അപ്പോൾ വളരെ വേഗത്തിൽ പുതിയ ലോകം വന്നു ചേരും. ബാബ നിങ്ങളെല്ലാ മാതാക്കളെയും നോക്കിക്കൊണ്ട് ബാബ പറഞ്ഞു, മാതാക്കളുടെ ഭാവന വളരെ ഉയർന്നതാണ്. അവരുടെ ഭാവനയിൽ ഭഗവാനും വളരെയധികം അർപ്പണമാകുന്നു, വളരെയധികം സന്തുഷ്ടമാകുന്നു. കാരണം അവരുടെ ഭാവനകൾ ഇത്രയും ശ്രേഷ്ഠമാണ്. എന്ത് സങ്കല്പിക്കുന്നുവോ ആ സങ്കല്പവും ബാബയാവുന്ന ഭഗവാൻ തീർച്ചയായും പൂർത്തീകരിക്കുന്നു. ബാബ ഇപ്രകാരം കേൾപ്പിക്കുകയായിരുന്നു. ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗം സ്വീകരിച്ചു. പല ആത്മാക്കളുടെയും ഓർമ്മകൾ ഉണ്ടായിരുന്നതും ബാബയ്ക്ക് നൽകി. വിശേഷിച്ച് ശക്തിസേനയുടെ സേനാനിയായ ജഗദംബ മാതാവിൻ്റെയും വിശേഷ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ബാബ പറഞ്ഞു, നല്ലതാണ്. ബാബയുടെ വീട്ടിൽ ശിവശക്തികൾ വന്നിരിക്കുകയാണ്, മാതാക്കൾ വന്നിരിക്കുകയാണ്. ഈ പ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ നിങ്ങളെല്ലാ സഹോദരി സഹോദരന്മാർക്കും വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.